സീതി സായ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുന്നയൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചു വരുന്നുണ്ട്. കൂടുതലും തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളാണ്. മഴക്കാലങ്ങളിൽ ജലജന്യ രോഗങ്ങൾ ധാരാളം ഈ പ്രദേശത്ത് കണ്ടുവരാറുണ്ട്. അതിനാൽ +2 സയൻസ് ബാച്ചിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ഇവിടുത്തെ കുടിവെള്ള ജലഗുണനിലവാരം പരിശോധിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നടത്തിയ പഠനവും അതിൻ്റെ ഭാഗമായി ചെയ്ത പ്രവർത്തനങ്ങളുടെയും ഒരു റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിറമോ മണമോ രുചിയോ ഇല്ലാത്ത അല്പം ചില വസ്തുക്കളിലൊന്നല്ലോ നമ്മുടെ ജലം. നമ്മുടെ ഈ ഭൂമിയിൽ ജലം സർവത്രയാണ്. ജലം എന്ന വാക്കുപോലെ തന്നെ സുപരിചിതമായിരിക്കും ജലത്തിൻ്റെ രാസസമവാക്യമായ H2O. ഒരു വലിയ ഓക്സിജൻ ആറ്റത്തിൻ്റെ കൂടെ 2 കുഞ്ഞ് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നത്. ഇങ്ങനെ അനേകം ജലതന്മാത്രകൾ ചേർന്നാണ് ജലമുണ്ടാകുന്നത്. ജലം ഒരു അനുഗ്രഹമാണ്, ഒപ്പം ശുദ്ധവുമായിരിക്കണം. ശുദ്ധജലത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശുദ്ധജലം അത്യാവശ്യമാണ്. ഇത് ശരീരത്തിലെ മാലിന്യം നീക്കം ചെയ്യാനും താപനില നിയന്ത്രിക്കാനും അവയവങ്ങളെയും കോശങ്ങളെയും സംരക്ഷിക്കാനും സഹായിക്കുന്നു. അതിനാൽ കുടിവെള്ളത്തിൻ്റെ ശുദ്ധത പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. 2021 ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാർ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ജലഗുണ പരിശോധനാ ലാബ് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഈ വർഷം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ താമസിക്കുന്ന ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് 30ഓളം സാമ്പിൾ ഞങ്ങൾ ശേഖരിച്ചു. പരിശോധനയ്ക്കുള്ള കുടിവെള്ള സാമ്പിൾ സ്റ്റെറിലൈസ്ഡ് ബോട്ടിലാണ് ശേഖരിക്കേണ്ടത്. അതിനാൽ സ്കൂളിൽ നിന്നും ലഭിച്ച സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ കൂട്ടുകാർക്ക് കൊടുത്തയച്ചാണ് പല വീടുകളിൽ നിന്നും ഞങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്തത്. പരിശോധനയ്ക്കുള്ള കുടിവെള്ള സാമ്പിളുകൾ പൈപ്പിൽ നിന്നോ ടാങ്കിൽ നിന്നോ ശേഖരിക്കാൻ പാടുള്ളതല്ല. കിണറിൽ നിന്ന് നേരിട്ട് വേണം ശേഖരിക്കാൻ. കുഴൽക്കിണറാണെങ്കിൽ കുഴൽക്കിണറിലെ വെള്ളം ടാങ്കിലേക്ക് വീഴുന്നതിന് തൊട്ടു മുൻപ് ശേഖരിക്കണം. ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നത് പ്രധാനമായും 9 പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാട്ടർ ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ്: pH, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, സലൈനിറ്റി, ടെമ്പറേച്ചർ, അമോണിയ, നൈട്രേറ്റ്, നൈട്രൈറ്റ്, ബാക്ടീരിയ തുടങ്ങിയവയാണ്. സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാകുന്ന നൈട്രേറ്റ്, അമോണിയ, ബാക്ടീരിയ എന്നിവയുടെ പരിശോധനയാണ് ഞങ്ങളിവിടെ ചെയ്തത്. നൈട്രേറ്റും അമോണിയയും എങ്ങനെയാണ് കുടിവെള്ളത്തിലേക്ക് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. നൈട്രേറ്റും അമോണിയയും പ്രധാനമായും രാസവളങ്ങൾ, ജൈവമാലിന്യം, വ്യാവസായിക മാലിന്യം, സെപ്റ്റിക് ടാങ്കുകൾ, കന്നുകാലി ഫാമുകൾ എന്നിവയിൽ നിന്നെല്ലാം കുടിവെള്ളത്തിലേക്ക് എത്തിച്ചേരാം. കളർ കമ്പാരറ്റർ എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ഇവ പരിശോധിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള വാട്ടർ ടെസ്റ്റിംഗ് കിറ്റിൽ 3 റിയേജൻറ്റുകളുണ്ട്: അമോണിയ റിയേജൻറ്റ് 1, നൈട്രേറ്റ് റിയേജൻറ്റ് 1, നൈട്രേറ്റ് റിയേജൻറ്റ് 2. നൈട്രേറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിനായി Na1 റിയേജൻറ്റും Na2 റിയേജൻറ്റുമാണ് ഉപയോഗിക്കുക. നമ്മൾ ശേഖരിച്ച വാട്ടർ സാമ്പിളിൽ നിന്നും കുറച്ചു ജലം ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. Na1 റിയേജൻറ്റ് ഒരു നുള്ളെടുത്ത് ജലത്തിൽ കലർത്തി നന്നായി കുലുക്കുക. തുടർന്ന് ഏതാനും മിനിറ്റുകൾ അത് തെളിയാനായി വെക്കുക. കുറച്ചു സമയം വെച്ച ശേഷം 5 മില്ലി തെളിഞ്ഞ ജലം മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. കിറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള Na2ൽ നിന്നും 3 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ശേഷം നൈട്രേറ്റ് ചാർട്ടിലെ നിറവുമായി താരതമ്യം ചെയ്ത് നൈട്രേറ്റിൻ്റെ അളവ് റിസൾട്ട് ഷീറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ജലത്തിൽ നൈട്രേറ്റിൻ്റെ അനുവദനീയ പരിധി 45 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്.
അടുത്തതായി അമോണിയയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിലേക്കായി സാമ്പിളിൽ നിന്നും 5 ml ജലം ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ശേഷം അമോണിയം റിയേജൻറ്റ് NH1 5 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ച് നന്നായി കുലുക്കുക. ശേഷം റിസൾട്ട് ചാർട്ടിലെ നിറവുമായി താരതമ്യം ചെയ്ത് റിസൾട്ട് എഴുതാവുന്നതാണ്. ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയുന്നതിന് നമ്മൾ H2S സ്ട്രിപ്പ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് H2S സ്ട്രിപ്പ് ബോട്ടിൽ. ഒരു സാമ്പിൾ പരിശോധിക്കുന്നതിനായി ഒരു സ്ട്രിപ്പ് ബോട്ടിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇതിൽ പരിശോധനയ്ക്കായി ശേഖരിച്ച സാമ്പിളിൽ നിന്നും 20 ml ജലമൊഴിച്ച് 18 മുതൽ 24 മണിക്കൂർ വരെ സമയം വെച്ച ശേഷം നിരീക്ഷിക്കേണ്ടതാണ്. 24 മണിക്കൂറിന് ശേഷം H2S സ്ട്രിപ്പ് ബോട്ടിലിൽ ഒഴിച്ചു വെച്ച സാമ്പിൾ പരിശോധിക്കുക. ഇതിൽ മഞ്ഞ നിറമാണെങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ബ്രൗൺ നിറമോ കറുപ്പ് നിറമോ ഉണ്ടെങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ കിണർ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേഷൻ നടത്തേണ്ടതാണ്. 4000 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം അതായത് 2 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡറാണ് കലർത്തേണ്ടത്. ആദ്യമായി വെള്ളത്തിന് ആവശ്യമായ ബ്ലീച്ചിങ് പൗഡർ ഒരു ബക്കറ്റിൽ എടുക്കുക. അതിനുശേഷം ബക്കറ്റിൻ്റെ 1/4 ഭാഗം വെള്ളമൊഴിച്ച് ഇളക്കുക. ശേഷം ബക്കറ്റ് 10 മിനിറ്റ് അനക്കാതെ വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ലായനിയിലെ തെളിഞ്ഞ വെള്ളത്തിൽ ക്ലോറിൻ ലയിച്ചു ചേർന്നിരിക്കും. കിണറിലെ വെള്ളം കോരുന്ന ബക്കറ്റിലേക്ക് ഇതിലെ തെളിഞ്ഞ ലായനി ഒഴിച്ച ശേഷം ബാക്കി വെള്ളം നിറച്ച് ബക്കറ്റ് കിണറിൻ്റെ ഏറ്റവും അടിയിലേക്ക് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുക. വെള്ളത്തിലേക്ക് ക്ലോറിൻ ലായനി നന്നായി കലർത്തുക. കുറഞ്ഞത് 12 മുതൽ 24 മണിക്കൂർ വരെ വെള്ളം അനക്കാതെ വെക്കണം. അതിനുശേഷം വെള്ളം ഉപയോഗിച്ചു തുടങ്ങാം. കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് ന്യൂമോണിയ, ടൈഫോയിഡ്, വൈറൽ പനി തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കാണുന്നതിന് പ്രധാന കാരണം അശാസ്ത്രീയമായ രീതിയിലുള്ള സെപ്റ്റിക് ടാങ്ക് നിർമ്മാണവും കിണറിന് നിശ്ചിത അകലത്തിലല്ലാതെ സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടായിരിക്കുമ്പോഴുമാണ്. അതിനാൽ മാലിന്യത്തിൻ്റെ ഉറവിടം കണ്ടെത്തുകയും അതിന് പരിഹാരം തേടേണ്ടതും അത്യാവശ്യമാണ്. പഠനം നടത്തിയതിൻ്റെ ഭാഗമായി ഞങ്ങൾ തയ്യാറാക്കിയ റിസൾട്ട് ഷീറ്റ്. മാലിന്യം കലരാതെ ശുദ്ധജലം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞങ്ങളുടെ ഈ പഠനത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. നന്ദി. പുഴയായി ഒഴുകി ഞാൻ ഒരു നാളിതുവഴി, പുഴയായി ഒഴുകി ഞാൻ ഒരു നാളിതുവഴി, കനിവിൻ്റെ വറ്റാത്ത ഉറവയായി. ദൂരെ വനത്തിലെ മാമലയിൽ ഒരു കുഞ്ഞ് ഉറവയായി ഞാൻ പിറന്നു. കാടിനെ ചുംബിച്ചും കളകളം പാടിയും കാട്ടിലൂടൊത്തിരി സഞ്ചരിച്ചു. കാടിനെ ചുംബിച്ചും കളകളം പാടിയും കാട്ടിലൂടൊത്തിരി സഞ്ചരിച്ചു.